വൈജ പതിവ് പോലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്കിൽ പെടുക കേട്ടോ. അവിടെ വെച്ചിട്ട് വൈജയെ കമല വിളിക്കുന്നുണ്ട്. കമലയോട് വീട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ ശേഷം കമല അലീനയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അലീനയെ പറ്റി എപ്പോഴും കുറ്റം പറച്ചിലാണ് വൈജയ്ക്കുള്ളത്. അലീനയുടെ കുറ്റം മുഴുവനും കമലയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാറിൻ്റെ സൈഡിലായിട്ട് മറ്റൊരു കാറ് നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അതിൽ ലാലിച്ചിൻ്റെ മുഖം വൈജ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തി നോക്കിയപ്പോൾ അത് ലാലിച്ചനാണ് എന്നുള്ളൊരു കാര്യം വൈജ മനസ്സിലാക്കുന്നുണ്ട്. കമല ചോദിക്കുന്നുണ്ട്, എന്താ വൈജ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ വല്ലതും നീ കേൾക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കമല. വൈജ ഹലോ ഹലോ എന്നിങ്ങനെ വിളിക്കുന്ന സമയത്ത് വൈജ പെട്ടെന്നങ്ങ് ഫോൺ കട്ട് ചെയ്യാട്ടോ. ആ സമയത്ത് വൈജയുടെ മനസ്സിൽ അങ്ങ് ഒരു ബ്ലാങ്ക് ആയതുപോലെയാണ് ഇരിക്കുന്നത്. 10-22 വർഷങ്ങൾക്ക് ശേഷം ലാലിച്ചിനെ കാണുന്നതാണ് കേട്ടോ വൈജ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി അയാളുടെ മുഖം കാണരുതേ എന്നാണ് വൈജ ഇതുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരു ട്രാഫിക് ബ്ലോക്കിൽ കാർ ഇങ്ങനെ നിർത്തിയ സമയത്താണ് വൈജ ഇങ്ങനെ ലാലിച്ചനെ കാണുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്കൊക്കെ മാറിയപ്പോൾ ലാലിച്ചൻ കാർ എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ വാഹനങ്ങളൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് വൈജ കാർ എടുത്തിട്ട് ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിരിക്കുന്നതും വൈജയുടെ മനസ്സിൽ നിന്നും കാര്യങ്ങളൊന്നും പോകുന്നില്ല കേട്ടോ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്നെ ചതിച്ച ലാലിച്ചിനെ കണ്ട ഓർമ്മയിലാണ് വൈജ അങ്ങനെ ഇരിക്കുന്നത്. ആ സമയത്താണ് ഓഫീസിലേക്ക് അറ്റൻഡർ വരുന്നത്. മാഡത്തിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, കുറച്ച് പേപ്പർ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, ലോണിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട്, ശരി അയാളോട് കയറി വരാൻ പറയൂ എന്ന് പറയാണ്. അങ്ങനെ അയാൾ വൈജയുടെ റൂമിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മാഡം ഞാൻ ഇന്നലെയും വന്നിരുന്നു, കുറച്ച് പേപ്പർ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്കൊരു ബിസിനസ് തുടങ്ങാനാണ്, അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് ക്യാഷ് വേണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയാണ്. അപ്പോൾ വൈജ അതിൻ്റെ പേപ്പറിൻ്റെ കാര്യങ്ങളും മറ്റും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ പരസ്പരം ആരാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നില്ല കേട്ടോ. ഈ വന്നിരിക്കുന്ന ആൾ ലാലിച്ചനായിരുന്നു. വൈജ പുറം തിരിഞ്ഞിരിക്കുന്നതിനാൽ ആണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ലാലിച്ചനാണെന്ന് വൈജയ്ക്കോ വൈജയാണെന്ന് ലാലിച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പേപ്പറെല്ലാം റെഡിയാക്കി തരാം, ശരി നിങ്ങൾ ഇവിടെ ഒരു സൈൻ ചെയ്യൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ലാലിച്ചിൻ്റെ കയ്യിലേക്ക് ആ പേപ്പർ കൊടുക്കുന്ന സമയത്താണ് ഇത് ലാലിച്ചനാണ് എന്നുള്ള ഒരു സത്യം വൈജ മനസ്സിലാക്കുന്നത്. ലാലിച്ചനും അതുപോലെ തന്നെ കേട്ടോ. പരസ്പരം 10-22 വർഷം 23 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടു പേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത്. ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. പെട്ടെന്ന് തന്നെ വൈജ കയ്യിലിരുന്ന ഫയലുകളൊക്കെ താഴേക്ക് പോകട്ടെ. കയ്യിൽ നിന്നും ലാലിച്ചനും വൈജയെ കണ്ട ഒരു ആഘാതത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. കാരണം താൻ ചതിച്ചിട്ട് പോയതാണ് എന്നാണ് ഇത്രയും നാളും വൈജ വിചാരിക്കുന്നത്. എങ്ങനെയെങ്കിലും വൈജയെ കണ്ട് തൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു ലാലിച്ചൻ. പക്ഷേ വൈജയെ ഇതുവരെ കാണാൻ ശ്രമിച്ചിട്ടും അവളെ കാണാൻ പറ്റിയില്ല. വൈജയ്ക്കാണെങ്കിൽ ലാലിച്ചനെ കണ്ട ഒരു ദേഷ്യവും അമർഷവും എല്ലാം ഒതുക്കിയാണ് അവൾ നിൽക്കുന്നത്. അതൊരു ഓഫീസാണല്ലോ, ബാങ്കാണല്ലോ, അപ്പം അതിൻ്റെ ഒരു ഇത് പാലിക്കുകയാണ് വൈജ. പെട്ടെന്ന് തന്നെ ലാലിച്ചൻ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അറ്റൻഡർ ചോദിക്കുന്നുണ്ട്, ഈ സാറിന് ഇത് എന്തു പറ്റി, മാഡത്തിന് ഇത് എന്തു പറ്റി, കയ്യിൽ നിന്ന് ഫയലെല്ലാം താഴെ പോയല്ലോ. ലാലിച്ചനോട് ആ അറ്റൻഡർ പുറകെ നിന്ന് വിളിക്കുന്നുണ്ട്, സാർ എന്താ പറ്റിയത് സാർ, ലോണെല്ലാം റെഡി ആയില്ലേ, അതോ മാഡം എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞോ എന്നൊക്കെ. മാഡം കുറച്ച് ദേഷ്യക്കാരിയാണ് സാർ എന്ന് പറയുകയാണല്ലോ ലാലിച്ചനോട് ആ അറ്റൻഡർ കേട്ടോ. എനിക്ക് 1-2 പേപ്പറും കൂടെ റെഡിയാക്കാനുണ്ട്, ഞാൻ നാളെ വരാം ഇപ്പോൾ പോയിട്ട് എന്ന് പറയാണ് ലാലിച്ചൻ. ആ സമയത്ത് അറ്റൻഡർ വിചാരിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റി, ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതിനെ തുടർന്നാണല്ലോ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ആവാൻ കാരണം. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് അറ്റൻഡർ തിരിച്ചു പോവാണ്. വൈജ ആ ഒരു ഷോക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മുക്തിയാവണമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി കാറെടുത്ത് ഇറങ്ങുമ്പോഴാണ് ലാലിച്ചൻ മറ്റൊരു കാറിൽ വൈജയും കാത്ത് അവിടെ തന്നെ നിൽക്കുക കേട്ടോ. വൈജ കാർ എടുക്കാൻ തുടങ്ങിയതും ലാലിച്ചൻ ഓടി വന്ന് വിളിക്കുന്നുണ്ട്, വൈജയ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയാണ്. വൈജ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ലാലിച്ചനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ, എന്നെ ചതിച്ചിട്ട് പോയി, ഞാൻ ഒരിക്കലും എൻ്റെ മരണം വരെ നിങ്ങളുടെ മുഖം കാണരുതേ എന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ എനിക്കിപ്പോൾ നിങ്ങളുടെ മുഖം കാണേണ്ടി വന്നു. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയാണ് വൈജ.
ആ സമയത്ത് ലാലിച്ചൻ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ മാനസികാവസ്ഥ മനസ്സിലാകും. ഞാൻ ഒരിക്കലും നിന്നോട് തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ നിന്നെ ചതിച്ചിട്ടുമില്ല. എനിക്ക് ആ കാര്യങ്ങളെല്ലാം നിന്നോട് തുറന്ന് പറയണം. നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാം എന്ന് പറയാട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളോടൊത്ത് ഞാൻ സ്വസ്ഥമായിട്ട് സംസാരിക്കണമെന്നോ? നിങ്ങൾ എൻ്റെ നേർക്ക് നേർ കണ്ടാൽ അന്ന് നിങ്ങളെ കൊല്ലണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ കുട്ടിച്ചോറാക്കിയ മനുഷ്യനാണ് നിങ്ങൾ. ഞാൻ നിങ്ങളെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു. അന്ന് ഞാൻ എത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിരുന്നോ ഇന്ന് ഞാൻ അത്രത്തോളം നിങ്ങളെ വെറുക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വണ്ടിയിൽ നിന്ന് മാറിക്കേ എന്ന് പറയുമ്പോൾ ലാലിച്ചൻ ഡോർ തുറന്ന് വൈജയുടെ സീറ്റിൻ്റെ അടുത്തായിട്ട് ഇരിക്കുക കേട്ടോ. എന്നിട്ട് വൈജ പിന്നെ ഒന്നും മിണ്ടാതെ തന്നെ അവിടെ ഒരു തർക്കം വേണ്ട എന്നുള്ള രീതിയിൽ ഒരാളൊഴിഞ്ഞ സ്ഥലത്ത് വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ്. ലാലിച്ചനെയും കൂട്ടിയിട്ടാണ് അങ്ങനെ പോകുന്നത്. എന്നിട്ട് ലാലച്ചനോട് പറയുന്നുണ്ട്, ശരി, ഇത്രയും സമയം ഞാൻ മിണ്ടാതിരുന്നത് പുറത്ത് വെച്ച് ആരെങ്കിലും കണ്ടാൽ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ ആരുമില്ല, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ. ആ സമയത്ത് ലാലച്ചൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണ് താമസം, അങ്ങോട്ട് നീ വരണം, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന വൈജ വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് ലാലച്ചനോട് പെരുമാറുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഫ്ലാറ്റിലോട്ട് ഞാൻ വരാനോ? നിങ്ങൾക്ക് എന്താ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വൈജ പറയണം, ഞാൻ ഇന്നൊരു ഭാര്യയും 3 മക്കളുടെ അമ്മയുമാണ്. എന്നെ നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ് വൈജ. ആ സമയത്ത് ലാലിച്ചൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ആ ഒരു അർത്ഥത്തിൽ ക്ഷണിച്ചതല്ല, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. നിന്റെ മനസ്സിലെ തെറ്റിദ്ധാരണ എനിക്ക് മാറ്റിയെടുക്കണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിന്നോട് വരാൻ ഞാൻ പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നതും അതിനു വേണ്ടിയിട്ടാണ്. എന്നെങ്കിലും നിന്നെ കാണണമെന്നും അന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നും നിന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നിനക്കറിയാമോ വൈജി എന്ന് ചോദിക്കുകയാണ്. എന്ത് സംഭവിക്കാനാണ്? അന്ന് നിങ്ങൾ എന്നോട് വല്ലാത്ത പ്രണയം നടിച്ച് എന്നെ ഗർഭിണിയാക്കി കളഞ്ഞിട്ട് നിങ്ങൾ ആഗ്രയിൽ നിന്നും കടന്നു കളഞ്ഞ ദുഷ്ടനല്ലേ? അന്ന് ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടു. 8 മാസം ഗർഭിണിയായിരിക്കും എൻ്റെ ചേട്ടനാണ് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ലാലിച്ചൻ പറയുന്നുണ്ട്, വൈജയ്, ഞാൻ കടന്നു കളഞ്ഞതല്ല. അന്ന് ഞാൻ നിന്നോട് യാത്ര പറഞ്ഞ് പെട്ടെന്ന് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അവിടെ നിന്നും ഞാൻ ഒരു 2 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെയാണ് എനിക്ക് ബോധം തെളിഞ്ഞ് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ സമയത്ത് ഞാൻ ആഗ്രയിലേക്ക് പെട്ടെന്ന് ഓടി വന്ന് അന്വേഷിച്ച സമയത്ത് നിന്നെ അവിടെ കാണാനില്ല. നിന്നെ നിന്റെ ചേട്ടന്മാർ വന്ന് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് നിന്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞത്. അവിടെ നിന്നും ഞാൻ നാട്ടിൽ വന്ന് നിന്നെ ഒരുപാട് അന്വേഷിച്ചു. പക്ഷെ അവിടെയൊന്നും നിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അവസാനം ഞാൻ ഒരു ദിവസം നിന്റെ വീട്ടിലേക്ക് വന്ന സമയത്താണ്, അന്ന് നിങ്ങളുടെ വിവാഹമായിരുന്നു. അന്ന് പുറത്തൊക്കെ ഫ്ലെക്സ് വെച്ച് നിന്റെയും ബാലചന്ദ്രൻ്റെയും ഫോട്ടോയും ഞാൻ കണ്ടു. എന്നിട്ടും നിന്നെ ഒരു നോക്ക് കണ്ട് സംസാരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വന്നപ്പോഴാണ് ബാലചന്ദ്രൻ നിന്റെ കഴുത്തിലേക്ക് താലി കെട്ടുന്ന രംഗം ഞാൻ കാണുന്നത്. അന്ന് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോയതാണ്. ഇനി എന്തെങ്കിലും നിന്നെ കാണുകയാണെങ്കിൽ ഈ സത്യമൊക്കെ പറഞ്ഞ് എൻ്റെ നിരപരാധിത്വം നിന്നെ ബോധ്യപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചിരുന്നതും. അതുകൊണ്ടാണ് നിന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി നിന്നെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചത്. അല്ലാതെ നിന്നെ ചതിക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ വൈജി പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നാണോ? എന്നെ ഗർഭിണിയാക്കി നിങ്ങൾ കടന്നു കളഞ്ഞിട്ട് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കണോ? നിങ്ങൾക്ക് എന്നെ അന്വേഷിക്കാൻ പറ്റിയില്ല എന്നോ? എന്തൊക്കെയാണ് നുണയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരു കള്ളം മറിക്കാൻ 1000 കള്ളം പറയേണ്ടി വരും. നിങ്ങൾ എന്നോട് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. അത്ര ചതിയനാണ് നിങ്ങൾ. ഞാൻ എന്തുമാത്രം നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ നിങ്ങൾ എന്നെ ചതിച്ചിട്ട് പോയി. അപ്പോൾ ലാലിച്ചൻ ചോദിക്കുന്നുണ്ട്, വൈജയ്, ഞാൻ നിന്നോട് ഇനി ഒരു കാര്യം ചോദിക്കട്ടെ? നീ അന്ന് പ്രസവിച്ചിരുന്നോ? ആ കുഞ്ഞ് എവിടെയാണ്? നമുക്ക് മോനാണോ മോളാണോ ഉണ്ടായത്? അതോ നിന്റെ ആങ്ങളെയും അച്ഛനെയും കൂടെ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാം എന്തോ സംഭവിച്ചിട്ടുണ്ട് വൈജയ്, എന്ത് സംഭവിച്ചു എന്ന് പറയേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണണം എന്ന് പറയണം. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് വൈജയ് പറയുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞോ? നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ കുഞ്ഞെന്ന് പറയാൻ? എന്നെ അന്ന് ഗർഭിണിയാക്കി നിങ്ങൾ കടന്നു കളഞ്ഞതോടുകൂടി നിങ്ങളും ഞാനുമായിട്ടുള്ള ബന്ധം
അവിടെ അവസാനിച്ചു. അല്ലാതെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നോ, അത് നിങ്ങളുടെ കുഞ്ഞാണെന്നോ ഇനി നിങ്ങൾ അന്വേഷിക്കാൻ വരണ്ട. അതിനെ എന്തും ചെയ്തോട്ടെ. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇപ്പോൾ അന്വേഷിക്കാൻ വരുന്നത്? എൻ്റെ ജീവിതത്തിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തനാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടും കാല് പിടിച്ച് പറഞ്ഞു, എനിക്കിനി മറ്റൊരു വിവാഹം വേണ്ട, മറ്റൊരു പുരുഷനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അയാളുടെ ജീവിതം നശിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ഞാൻ ഇവിടെ കഴിഞ്ഞോളാമെന്ന്, എൻ്റെ കുഞ്ഞിനെ വെറുതെ വിട്ടേക്കൂ എന്ന്. പക്ഷേ അവർ അത് കേട്ടില്ല. എന്നിട്ടും അവർ ബാലചന്ദ്രനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു. അതിനുശേഷം ഞാൻ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറന്നതായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ചു. അതിലെനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എനിക്കറിയില്ല ഇനി എൻ്റെ ജീവിതം എങ്ങനെ ആവുമോ എന്ന്. നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഇതെല്ലാത്തിനും കാരണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. എന്നിട്ട് ലാലിച്ചൻ ചോദിക്കുന്നുണ്ട്, വൈജയ് എന്തായാലും നീ ഒന്ന് പറയൂ, എവിടെയാണ് നമ്മുടെ കുഞ്ഞ്? ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ, അതോ ഏതെങ്കിലും അനാഥാലയത്തിൽ നിന്റെ വിവാഹത്തെ തുടർന്ന് ആ കുഞ്ഞിനെ നോക്കാൻ നീ ഏൽപ്പിച്ചോ? എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലുമുള്ള അവകാശം എനിക്കില്ലേ വൈജയ്? നീ ഒന്ന് പറയൂ, എൻ്റെ കുഞ്ഞ് എവിടെയാണ്? അപ്പോൾ നിങ്ങളുടെ കുഞ്ഞോ? ആര് പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞാണെന്ന്? എന്നെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞ നിങ്ങൾക്ക് കുഞ്ഞോ? നിങ്ങൾക്ക് നാണമില്ല ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ? ഇത്രയും നാളും ആ കുഞ്ഞ് എവിടെയാണെന്നോ ഞാൻ എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം നിങ്ങൾ ആഗ്രയിൽ വന്നു എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി എന്നോട് ആരും വിളിച്ചു പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലേക്ക് വരാഞ്ഞത്? ഇതെല്ലാം നിങ്ങൾ പറയുന്നത് നുണക്കഥയല്ലേ? ഇപ്പോൾ നിങ്ങൾ ഒരു നല്ലതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കഥ. നിങ്ങൾ എങ്ങനെ ഇതൊക്കെ മെനഞ്ഞെടുക്കുന്നു? എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പാണ്. എന്നിട്ടാണോ നിങ്ങളുടെ കുഞ്ഞ്? ആ കുഞ്ഞ് എവിടെയാണെന്ന് എനിക്ക് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് വൈജയ് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. ലാലച്ചൻ പുറകെ ചെന്ന് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും വൈജയന്തി തിരിഞ്ഞു നോക്കാതെ ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് ലാലച്ചൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിപ്പോൾ വൈജയന്തിയുടെ കൂടെ ഉണ്ടാകുമോ, അതോ അതിനെ പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ അവർ കൊന്നു കളഞ്ഞോ? ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. എന്താണെങ്കിലും ദൈവനിശ്ചയമായിരിക്കും ഞാനും അവളും തമ്മിൽ വേർപിരിയാൻ കാരണം. ആ കുഞ്ഞിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ അതിനെ അംഗീകരിച്ച് കാണുമോ, അതോ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു കാണുമോ? അനാഥാലയത്തിലായിരിക്കുമോ? അതോ ഇനി ബാലചന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമായിരിക്കുമോ വൈജയന്തിയെ വിവാഹം കഴിച്ചത്? ആ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെയോ ബാലചന്ദ്രൻ സ്നേഹിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ലാലിച്ചൻ ട്ടോ. ഈ ഒരു എപ്പിസോഡ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കാൻ. മഴത്തോര മുമ്പയുടെ പുതിയ വിശേഷങ്ങളായിട്ട് ഉടനെ ഇങ്ങനെ വരാട്ടോ. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.